ലോകത്തോട് നിങ്ങൾ വേർപെടണം. അടുത്ത സെഷനിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് അടുത്ത ഒരിതാണ്, ലോകത്തോട് നിങ്ങൾ വേർപെടണം. അതിന് ഞാൻ 1-2 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. 1 യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കുന്നു. നിങ്ങൾ ലോകക്കാരെ പോലെ ആകരുത്. ലോകത്തോടൊരു വേർപാട് നമുക്ക് ആവശ്യമുണ്ട്. ലോകത്തോടെന്ന് പറയുമ്പം ഭൂമിയോടെന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന കാര്യമല്ല. ലോകത്തോട് അവിടെ പറയുന്ന കാര്യം എന്താണ്? ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. എന്നിട്ട് ലോകം എന്താണെന്നുള്ളത് അടുത്ത വാക്യത്തിൽ പറയുന്നു. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം. ലോകത്തെ സ്നേഹിക്കരുതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ലോകത്തിൻ്റേതായുള്ളത് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ജഡമോഹം, നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകൾ, ആത്മാവിൻ്റെ ഇച്ഛകളല്ല, ശരീരത്തിൻ്റെ ഇച്ഛകൾ. പിന്നെ കൺമോഹം, കാണുന്നതെല്ലാം വേണമെന്നുള്ള മോഹം. കൺമോഹം എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പം ആണുങ്ങൾ പെണ്ണുങ്ങളെ നോക്കുന്നതും പെണ്ണുങ്ങൾ ആണുങ്ങളെ നോക്കുന്നതും മാത്രമായിട്ട് തിരിക്കണ്ട. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ കൺമോഹം ഉണ്ടാകുന്നത് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴാണ്. കാണുന്നതെല്ലാം വേണം. ജഡമോഹം, എൻ്റെ ജഡത്തിൻ്റെ ഇച്ഛകൾ, എനിക്ക് സുഖിക്കണം, അതെല്ലാ രീതിയിലും സുഖിക്കണം. ആ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, എനിക്ക് പ്രസിഡൻ്റ് ആകണം, എനിക്ക് സെക്രട്ടറി ആകണം, എനിക്ക് അത് വേണം, ഇന്നാരെ പോലെ ആകണം. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതൊന്നും എവിടെ നിന്നല്ല, ഈ ലോകത്തിലുള്ളതോ എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. നിങ്ങൾ ലോകക്കാരെ പോലെ ആകരുത്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, കാണുന്നതെല്ലാം വേണമെന്ന് ചിന്തിച്ച് നടന്നാൽ, ജഡത്തിൻ്റെ മോഹങ്ങൾ നിർവഹിക്കാനായിട്ട് പാപത്തിൽ വീണാൽ, ചില ആളുകൾ ഇതിൻ്റെ അഡിക്റ്റാണ്. ഈ പോൺ അഡിക്ഷനൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. കൺമോഹം എന്ന് പറയുമ്പോൾ അതുമുണ്ട്. പക്ഷേ ജഡമോഹം, ജഡത്തെ സന്തോഷിപ്പിക്കുന്ന, ശരീരത്തെ മാത്രമല്ല അതിനപ്പുറത്ത് എൻ്റെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന പോൺ അഡിക്ഷനും മറ്റും, ഫോണിനകത്തൊക്കെ ആവശ്യമില്ലാത്ത പിക്ചേഴ്സും വീഡിയോസും ഒക്കെ ഇട്ട് അങ്ങനെ നടക്കുന്ന അങ്ങനത്തെ വെബ്സൈറ്റുകൾ, ഇതെല്ലാം ജഡമോഹമാണ്. ആ ജഡമോഹം ദൈവത്തിൽ നിന്നല്ല. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. പ്രിയമുള്ളവരെ, നമ്മുടേതൊരു വിശുദ്ധ ജീവിതമായിരിക്കണം. എൻ്റെ ഫോൺ വിശുദ്ധമായിരിക്കണം. ഞാനെപ്പോഴും പറയും, എൻ്റെ കയ്യിൽ എൻ്റെ ഒരു സുഹൃത്ത് തന്ന ഒരു ഫോണാണ്, നല്ലൊരു ഫോണെന്നാണ് എൻ്റെ ചിന്ത. ഇതിനേക്കാളൊക്കെ കൂടിയ ഫോൺ കാണുമായിരിക്കും, പക്ഷേ ഇത് അത്ര മോശമൊന്നുമല്ല. ഒരു ഐഫോണാണ്. ഇപ്പം ഞാൻ ഈ ആഫ്രിക്കയിലൊക്കെ ആണെങ്കിലും ഈ കോളേജ് സ്റ്റുഡൻസിന് ഇടയ്ക്ക് ചെല്ലുമ്പോൾ ഞാനിങ്ങനെ പറയും, ഈ ഫോൺ കണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഐഫോണോ? ഞാൻ പറയും, അതെ, എന്തുവാ വേണോ? ഞാൻ പറഞ്ഞു, ഒറ്റ കാര്യം ചെയ്താൽ മതി, ഈ ഫോണിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അശുദ്ധി നിങ്ങൾ കാണിച്ചു തന്നാൽ ഞാൻ ഈ ഫോൺ ഫ്രീ ആയിട്ട് തന്നേക്കാം. എൻ്റെ ഫോണിൽ അശുദ്ധി ഉണ്ടാകുവാൻ പാടില്ല. എൻ്റെ ഫോൺ വിശുദ്ധമായിരിക്കണം, എൻ്റെ ലാപ്ടോപ്പ് വിശുദ്ധമായിരിക്കണം, എൻ്റെ മുറി വിശുദ്ധമായിരിക്കണം, എൻ്റെ ജീവിതം വിശുദ്ധമായിരിക്കണം, എൻ്റെ എല്ലാ ഇൻസ്ട്രുമെൻസും, ടി വി ഉണ്ടെങ്കിൽ, എൻ്റെ വീട്ടിൽ ടി വി ഇല്ല, ടി വി ഉണ്ടെങ്കിൽ ആ ടി വി വിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ, വിശുദ്ധമായിരിക്കണം, വിശുദ്ധിക്ക് വേണ്ടി. അതുകൊണ്ടാണ് പറയുന്നത്, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്ര വരുന്നത്. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ
എന്നേക്കും ഇരിക്കുന്നു. ദൈവേഷ്ടം ചെയ്യാൻ, വേറെ ഒന്നും എൻ്റെ മനസ്സിലില്ല, ദൈവേഷ്ടം ചെയ്യാൻ. ഈ വിശ്വാസ സമൂഹത്തിൽ തന്നെ ദൈവത്തിൽ നിന്നുള്ളവരും ലോകത്തിൽ നിന്നുള്ളവരുമുണ്ട്. 1 യോഹന്നാൻ്റെ ലേഖനത്തിൽ തന്നെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അവർ ലൗകികന്മാർ ആകയാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാൽ നമുക്കറിയാം. അവർ ലോകത്തിൽ നിന്നുള്ളവരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, അവരോട് ചേരരുത്. ഇന്നിപ്പം വന്ന് ഞാൻ അതാ പറഞ്ഞത്, വിശ്വാസ സമൂഹത്തിലും സംസാരം മുഴുവൻ ലൗകികമായ കാര്യങ്ങളാണ്. പണ്ടൊക്കെ 2 വിശ്വാസികൾ കൂടിയാൽ അവർ സംസാരിക്കുന്നതെല്ലാം ആത്മീക കാര്യങ്ങളായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ആത്മീക കാര്യങ്ങളല്ല, ലൗകിക കാര്യങ്ങളാണ് എപ്പോഴും നമ്മൾ കാണുന്നതായ കാര്യങ്ങൾ. അത് സംസാരം, നമ്മുടെ സംസാരം എല്ലാം ലൗകികമായി പോയി. ലോകത്തിലുള്ളതേ സംസാരിക്കത്തുള്ളൂ. ഇപ്പം വന്ന് നമ്മളെ തകർക്കുന്ന മറ്റൊരു ചുമ്മാ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ 2 പേര് തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം ഹെൽത്ത് ടിപ്സാണ്. എൻ്റെ ദൈവമേ, വാട്സാപ്പ് എടുത്താലും എന്തോ എടുത്താലും ആരോഗ്യത്തിൻ്റെ കാര്യങ്ങളെ പറയാനുള്ളൂ. ഒരു വിഗ്രഹമാകരുത് ആരോഗ്യം. ആരോഗ്യം നോക്കണം, വേണ്ടെന്നല്ല, പക്ഷേ അതിനുവേണ്ടി അങ്ങ് ചാകാൻ നടക്കരുത്. ലോകത്തിലുള്ളത് മാത്രം സംസാരിക്കുന്നത് അങ്ങനെ ആകരുതെന്നാണ് പറയുന്നത്. നിങ്ങളിലുള്ളവരും ദൈവത്തിൽ നിന്നുള്ളവരും ലോകത്തിൽ നിന്നുള്ളവരും. അവിടുത്തെ കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്ക് ഇതിനാൽ അറിയാം. വഞ്ചനയുടെ ആത്മാവ്. എന്താ വഞ്ചന? നമ്മളെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത് ഉയരത്തിലെ കാര്യങ്ങൾ ചിന്തിക്കാനാണ്. ആ ഉയരത്തിലെ കാര്യങ്ങളെ ചിന്തിക്കുന്നതിന് പകരം ലോകത്തിലേക്ക് നമ്മളെ ഇറക്കിക്കൊണ്ടുവരുന്നവർ, അത് ഉണർവ് പ്രസംഗകനാണെങ്കിലും നമ്മളെ ലോകത്തിലേക്ക് വലിച്ച് ഇറക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് വഞ്ചനയുടെ ആത്മാവാണ്. ഹല്ലേലൂയ. ലൗകികമായത്, അവർ ലൗകികമായത് സംസാരിക്കുന്നു. പ്രസംഗങ്ങളിൽ പോലും ലൗകികമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിത്യതയുടെ ദർശനമില്ലാതെ, നിത്യതയെക്കുറിച്ച് പ്രസംഗിക്കാതെ ലൗകികമായത് മാത്രം പ്രസംഗിക്കുന്ന പ്രസംഗകൻ വഞ്ചനയുടെ ആത്മാവാണത്. അത് കേട്ട് ലോകമുള്ളിൽ കിടക്കുന്ന സാധാരണക്കാരായ ആളുകൾ, പിന്നെ അവരും ദൈവികമായ കാര്യങ്ങളല്ല, അവർക്കും ഇവിടെ എന്തെങ്കിലും വേണം, ഇവിടെ ഇവിടെ ഇവിടെ. അവർ പറയുന്നതല്ല now ഇപ്പോൾ. വേദോസം പറയുന്നത് അവിടെ അപ്പോൾ. അവർ പറയുന്നത് ഇവിടെ ഇപ്പോൾ. ഇവിടെ കിട്ടുമെന്ന്, എല്ലാം ഇവിടെ കിട്ടും, ഇവിടെ ഇപ്പോൾ. എന്നാൽ പറ, ഇവിടെ ഇപ്പം ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ നമുക്ക് വേണ്ടി ഒരുങ്ങുന്ന പിതാവിൻ്റെ ഭവനമുണ്ട്. അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ കാംക്ഷിക്കുക. അതാണ് ആവശ്യമായിരിക്കുന്നതായ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിന് 4-ാം വാക്യം വായിക്കുമ്പോൾ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ഈ ലോകത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നവൻ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവവുമായിട്ട് ശത്രുത്വത്തിലേക്ക് നയിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ലോകം എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ചിന്തകളാണ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 40-ാം വാക്യത്തിൽ, വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊള്ളുവിൻ. സേവ് യുവർ സെൽഫ് ഫ്രം ദിസ് ക്രൂക്കഡ് ജനറേഷൻ. അത് ക്രൂക്കഡാണ്, വക്രതയുള്ളതാണ്. വക്രത എന്ന വാക്കിനെക്കുറിച്ച് ഞാൻ നോക്കിയിട്ടുണ്ട്. എന്താണ് ഈ വക്രത? കോട്ടവുമുള്ള തലമുറ എന്ന് പറയുമ്പോഴത്തേക്ക്, അതായത് അവർ വില കൊടുക്കേണ്ടതിന് വില കൊടുക്കത്തില്ല, വില കൊടുക്കരുതാത്തതിനെ ഭയങ്കരമായിട്ട് വില കൊടുക്കും. ഇന്നിപ്പോൾ വിലയുള്ളത് ലൗകികമായ കാര്യങ്ങളായി മാറിയിരിക്കുന്നു. അതാണ് വക്രതയും കോട്ടവുമുള്ള തലമുറ. പണ്ട് ഈ നമ്മുടെ
സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ ബാർകോഡൊന്നും ഇല്ലായിരുന്നല്ലോ, അന്നെല്ലാം സ്റ്റിക്കറേൽ ഈ രൂപ എത്ര രൂപയാണെന്നുള്ളത് എഴുതി ഒട്ടിക്കും. അപ്പോൾ ഒരു വികൃതി ചെറുക്കൻ അവൻ്റെ അമ്മയുടെ കൂടെ പോയി, അവൻ എന്ത് ചെയ്തെന്നറിയാമോ, ഈ സാധനങ്ങളിൽ നിന്നെല്ലാം സ്റ്റിക്കർ എടുത്ത് ഒന്നിൻ്റെ സ്റ്റിക്കർ മറ്റൊന്നായിട്ട് ഒട്ടിച്ചു. അങ്ങനെ ഒട്ടിച്ച് പോയി ഒടുവിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് പെൻസിലിന് 5000 രൂപ, ഫ്രിഡ്ജിന് 3 രൂപ. കാര്യം സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുക, സ്റ്റിക്കർ മാറ്റി ഒട്ടിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇതുപോലെയാണ് ഇന്ന് നമ്മൾ സ്റ്റിക്കർ മാറ്റി ഒട്ടിച്ചിരിക്കുക. ആത്മീക കാര്യങ്ങൾക്ക് വിലയില്ല. ഭൂമിയിലെ കാര്യങ്ങൾ, ലൗകികമായ കാര്യങ്ങൾ, അതിന് വലിയ വില കൊടുത്തിരിക്കുകയാണ്, വില പറഞ്ഞിരിക്കുകയാണ്. വക്രതയും കോട്ടവുമുള്ള തലമുറ, വില മാറ്റി ഒട്ടിച്ചിരിക്കുന്ന അതിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടുകൊള്ളുവീൻ എന്നാണ് പറയുന്നത്. സേവ് യുവർ സെൽഫ്. ഞാനതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സേവ് യുവർ സെൽഫ് ഫ്രം ദിസ് ക്രൂക്കഡ് ജനറേഷൻ. അതായത് പാപത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചു, പക്ഷേ ലോകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിച്ചോണമെന്ന്. ഞാൻ പറഞ്ഞതിലെ വ്യത്യാസം മനസ്സിലായോ? പാപത്തിൽ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിച്ചു, പക്ഷേ രക്ഷിച്ച് ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിലേക്കാണ് നമ്മളെ വിട്ടിരിക്കുന്നത്. നമുക്കറിയാം, നടുവിൽ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിന്ന്, അവിടെയാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. അവിടെ നമ്മൾ വ്യത്യസ്തത സൂക്ഷിക്കണം. വി നീഡ് ടു ബി ഡിഫറൻറ്റ്. അവരെ പോലെ ആകരുത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ലൗകികന്മാരെ പോലെ ആകരുത്. മതപരമായ ചടങ്ങുകളിൽ ആശ്രയിച്ച് ജീവിത വിശുദ്ധി സൂക്ഷിക്കാതെ, അതിൻ്റെ ആത്മാവിലേക്ക് കടക്കാതെ അക്ഷരത്തിൽ ജീവിക്കുന്നവരോട് നിങ്ങൾ തുല്യരാകരുത്. നിങ്ങൾ ന്യായശാസ്ത്രിമാരെ പോലെ ആകരുത്. നിങ്ങൾ പരീശന്മാരെ പോലെ ആകരുത്. നിങ്ങൾ ജാതികളെ പോലെ ആകരുത്. നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം. ഈ ലോകത്തോട് നിങ്ങൾ ആ രീതിയിൽ ലൗകികന്മാരായിട്ട് പോകരുത്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അതാണ് നമ്മൾ കാണുന്നത്. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ അവസാനമായിട്ട് പറയുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ സെപ്പറേഷനെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം, സെപ്പറേഷൻ എന്നാൽ ഐസൊലേഷനാണെന്ന് ആൾക്കാരങ്ങ് ചിന്തിച്ചു പോകും. അതായത് അവരെ പോലെ ആകരുത്, ഇവരെ പോലെ ആകരുത് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് അവരുടെ കൂടെ നടക്കരുത്, അവരെ കാണരുത്, അവരുടെ അടുത്ത് പോകരുത്, അവരുടെ വീട്ടിൽ താമസിക്കരുത് എന്നൊക്കെ പറയുന്ന ഐസൊലേഷൻ അതിനൊരു ചാൻസ് ഉണ്ട്, അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ വേർപാട് എന്ന് പറയുന്നത് ഒറ്റപ്പെടലല്ല. സെപ്പറേഷൻ ഈസ് നോട്ട് ഐസൊലേഷൻ. നമ്മൾ ഈ തലമുറയിലാണ് ജീവിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതായ കാര്യം, ഫിലിപ്പിയ 2 അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. നമ്മളെവിടെ തന്നെയാണ്? നമ്മളെ ദൈവം രക്ഷിച്ചെടുത്തുകൊണ്ട് പോകുന്നില്ല. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിലാണ് നമ്മൾ. ആ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ അവരെ ഇട്ടേച്ച് വേറൊരു ലോകത്ത് പോയി താമസിക്കാനല്ല, അവരുടെ നടുവിൽ നമ്മൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകണം. ഈ ലോകത്തിലാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് വ്യത്യസ്തത വേണ്ടത്. ഇവരിൽ നിന്ന് ഓടിയൊളിക്കുകയല്ല, പ്രത്യുത അവരുടെ ഇടയിൽ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകുവാൻ, ഇതിനിടയിൽ അവരുടെ ഇടയിൽ തന്നെയാണ് നമ്മുടെ ലൈഫ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 18-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഞാൻ അവരെ ലോകത്തിൽ നിന്ന് വേർതിരിച്ചു. പക്ഷേ എവിടെ ആക്കിയിരിക്കുന്നത്? ലോകത്തിൽ തന്നെയാണ് ആക്കിയിരിക്കുന്നത്. ലോകത്തിൽ നിന്ന് നമ്മളെ തിരഞ്ഞെടുത്തു, ലോകത്തിൽ തന്നെ ആക്കി മടക്കി അയച്ചിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ വ്യത്യസ്തരാകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതല്ല ഇതിനെയൊക്കെ അങ്ങ് കളഞ്ഞേച്ച് നമ്മളൊരു ഏതെങ്കിലും ഐലൻഡിൽ പോയി താമസിച്ചാലോ, ഐലൻഡോ ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലത്തോ പോയി താമസിച്ചാലോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്, അങ്ങനെ വേണമെന്നുള്ളവരുണ്ട്. അങ്ങനെ മൊണാസ്ട്രി ഒക്കെ തുടങ്ങിയത് പലതും ഇതുപോലെ ഐസൊലേഷൻ്റെ ഒരു ഭാഗമായിട്ട് തുടങ്ങിയ അവസ്ഥകളൊക്കെ പണ്ട് കാലത്തുണ്ടായിട്ടുണ്ട്. എന്നാൽ
അങ്ങനെ ഐസൊലേറ്റഡ് ആകാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ഇവരുടെ ഇടയിൽ തന്നെ താമസിച്ചുകൊണ്ട് വ്യത്യസ്തരാകുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കാര്യം അവരുടെ ഇടയിലായിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വിറ്റ്നസസ് ആകുവാൻ, സാക്ഷികളാകുവാൻ കഴിയുന്നത്. കർത്താവ് തന്നെ പറഞ്ഞല്ലോ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വേദഭാഗമാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആകുന്നു. അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തോന്നുകൊണ്ട് രസം വരുത്തും, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഉപ്പ്, നമ്മുടെ കറിയിൽ നമ്മൾ ഉപ്പിടുകയാണെന്ന് വെച്ചു, ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് കെട്ടി വായു കടക്കാതെ നമ്മൾ ഉപ്പ് അതിനകത്ത് വെച്ചിട്ട് ഈ കറിക്കകത്തിട്ട് കഴിഞ്ഞാൽ കറിക്ക് ഉപ്പ് കിട്ടുമോ? ഇല്ല. ഇതുപോലെ നമ്മൾ സെക്ലൂഡഡ് ആയിട്ട് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി, അല്ലെങ്കിൽ നമ്മളെ തന്നെ മാറ്റി നിർത്തിയാൽ നമുക്ക് സോൾട്ട് ആകാൻ പറ്റത്തില്ല. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഭൂമിയുടെ ഉപ്പാകുവാനാണ്. ഉപ്പിന് ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിലേ പറ്റൂ. വെളിച്ചം, കർത്താവ് പറയുന്നു, വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ എത്ര വെക്കുന്നത്, പറയിൻ കീഴിലല്ല, ഇരുട്ടുള്ളിടത്താണ് പ്രകാശം വരേണ്ടത്. എന്നാലേ നമുക്ക് വിറ്റ്നസിങ് പറ്റുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട്, ഒരു ഐലൻഡിൽ പോയി താമസിച്ചാൽ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ എങ്ങനെയാണ് മനുഷ്യൻ കാണുന്നത്? അവരിൽ നിന്ന് വിദൂര ലോകത്ത് പോയി നമ്മളെ തന്നെ ഐസൊലേറ്റഡ് ആക്കിയാൽ എങ്ങനെ നമുക്ക് സാക്ഷിയാകാൻ പറ്റും? അവരുടെ ഇടയിൽ അങ്ങനെ തന്നെ വേണം. മനുഷ്യർ തങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മൾ വെളിച്ചമാണെന്ന് പറഞ്ഞു, വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. സഭയ്ക്കുള്ളിൽ മാത്രമല്ല, അവരുടെ മുമ്പിൽ. നമ്മൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം, പക്ഷേ നമ്മൾ ലോകക്കാരല്ല, അത് ഓർത്തോണം. ലോകത്തിൽ നമ്മൾ വ്യത്യസ്തത സൂക്ഷിക്കണം, പക്ഷേ ഐസൊലേറ്റഡ് ആകുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. പിന്നെ ചിലവ് പറയും, ബ്രദറെ ഈ ലോകത്തിലൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കുന്നത്? എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നു, എങ്ങനെ ഈ ലോകത്തിൽ വിശുദ്ധനായിട്ടൊക്കെ എങ്ങനെ ജീവിക്കുന്നത്? അങ്ങനെ വിശുദ്ധന്മാരുടെ ഒരു ലോകമാണെങ്കിൽ പിന്നെ വേണ്ടില്ല, ഇത് ഈ ലോകത്തിൽ എങ്ങനെയാണ് വിശുദ്ധിയോടൊക്കെ ജീവിക്കുന്നത്? ഈ ലോകത്തിലാണ് ജീവിക്കേണ്ടത് എന്നുള്ളത്. ലോകം നന്നായി കഴിഞ്ഞ് നമുക്ക് സാക്ഷികളാകാനായിട്ട് കഴിയില്ല. 1 കൊരിന്ത്യരുടെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു വേദഭാഗം, 1 കൊരിന്ത്യർ അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ദുർനടപ്പുകാരോട് സംസർഗം അരുത്. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും. ലോകത്തെ മുഴുവൻ നന്നാക്കിയിട്ട് ഞാൻ അവരുടെ അടുത്തോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. അങ്ങനെയല്ല. അവരങ്ങനെ തന്നെയാണ്. അവർ ദുർനടപ്പുകാരാണ്, അത്യാഗ്രഹികളാണ്, പിടിച്ചുപറിക്കാരാണ്, വിഗ്രഹാരാധികളാണ്. അവരുടെ ഇടയിൽ, അതവിടെ പറയുന്നത്, അവരുടെ ഇടയിൽ നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷികളാകേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്, നമ്മുടെ ഇടയിൽ അങ്ങനെ അരുത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കർത്താവിൻ്റെ വചനങ്ങൾ, വാക്കുകൾ പറയുമ്പോഴത്തേക്ക് മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 42 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, കർത്താവ് തന്നെ പറയുകയാണ്, യേശു അവരെ അടുക്ക വിളിച്ചു അവരോട്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. അതൊക്കെ ജാതികളുടെ ഇടയിൽ അങ്ങനെയാണ്. അവരിൽ മഹത്തുക്കളായവർ അധികാരം നടത്തും. അധികാരികൾ എന്ന് പറയുന്നത് അവിടുത്തെ വലിയ ആൾക്കാരെല്ലാം ആണ് അധികാരം നടത്തുന്നത്.
അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇടയിൽ എല്ലാവർക്കും അധികാരിയാകാനാണ് ഇഷ്ടം. കാര്യം എല്ലാവരും അവരെ സേവിക്കും. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. നാട്ടുകാരെ മുഴുവൻ നന്നാക്കുന്നതല്ല. അവിടെ എങ്ങനെയാണോ, ലോകത്തിൽ എങ്ങനെയാണോ അതുപോലെ ആകരുത് സഭയിൽ. ഇന്നിപ്പോൾ പറ്റിയിരിക്കുന്നത് ലോകത്തിലെ ഇലക്ഷനും ലോകത്തിലെ പദവികളും ലോകത്തിലെ മോഹങ്ങളും എല്ലാം സഭയിൽ കടന്നുകൂടിയിരിക്കുകയാണ്. അതിൽ നിന്നൊരു വ്യത്യാസവും ഇല്ലാതെ വന്നിരിക്കുന്ന ഒരു സാഹചര്യം. കർത്താവ് കൃത്യമായി പറയുന്നു, അങ്ങനെ അരുത്. ഒരാളൊരിക്കൽ ചോദിച്ചു, ഇലക്ഷന് നിന്നാൽ എന്താ പ്രശ്നമെന്ന്. സഭയ്ക്കകത്തെ കാര്യം പറഞ്ഞു. ഇലക്ഷന് നിന്നാൽ എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞ്, ഇലക്ഷന് നിൽക്കുമ്പോൾ നിങ്ങൾ ആളുകളോട് പറയുന്നത് എന്താ? ബ്രദറെ, എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം. കാര്യം എനിക്കെതിരായിട്ട് നിൽക്കുന്ന ആൾ പുള്ളി അത്ര നല്ല ഇതല്ല, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണമെന്നല്ലേ പറയുന്നത്. ആരെങ്കിലും പറയുമോ, എൻ്റെ സഹോദര എനിക്ക് വോട്ട് ചെയ്യരുത് കേട്ടോ, ഞാൻ ഒരു കൊള്ളരുതാത്തവനാ, എന്നാൽ എൻ്റെ എതിരാളിയായിട്ട് നിൽക്കുന്ന ആൾ അയാൾക്ക് നീ വോട്ട് ചെയ്യണമെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. അപ്പോൾ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞ വാക്യം ഇവിടെ പോയി. ആ ഒരു വാക്യം വിശ്വസിച്ചിട്ട് നമ്മളെങ്ങനെ വോട്ട് ചെയ്യാൻ പറയുന്നത്? നമ്മൾ പറയുമോ, ഞാനല്ല നല്ല ആൾ, എനിക്കെതിരെ നിൽക്കുന്ന ആളാണ്, അതുകൊണ്ട് അങ്ങേർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാനാണെങ്കിൽ ഇവൻ പിന്നെ എന്തിനാണ് നിൽക്കുന്നത്? അങ്ങനെ പറയും ആരെങ്കിലും? ഇവരാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. ലോകത്തിൽ അങ്ങനെയാണ്. ലോകത്തിലെ ഇലക്ഷൻ അങ്ങനെയാ. ഇലക്ഷനേ പാടില്ല എന്നാണ് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുക്കുന്നവരായിരിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയായിരുന്നു ഒന്നാമത്തെ സഭയിലൊക്കെ അങ്ങനെയായിരുന്നു. അവിടെ വഴക്കില്ലായിരുന്നു, ബഹളമില്ലായിരുന്നു, പ്രശ്നങ്ങളില്ലായിരുന്നു. ഇന്നിപ്പോൾ ആൾക്കാരോട് പറഞ്ഞാൽ അവർ പറയും, എൻ്റെ ബ്രദറെ അത് കുറച്ച് വല്ലതും കുറച്ച് പേര് കൂടിയിരുന്നപ്പോഴല്ലേ, നമ്മൾ അങ്ങനെ വല്ലതും ആണോ, നമ്മൾ ഇത്രയും ആളുകളായില്ലേ, ഇതൊക്കെ പറയുന്നത്. നമ്മൾ വലിയൊരു സമൂഹമായില്ലേ. വലിയ സമൂഹമാണെങ്കിലും ചെറിയ സമൂഹമാണെങ്കിലും അവരുടെ ഇടയിലെ പോലെ നിങ്ങളുടെ ഇടയിൽ അരുത്. നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം എന്ന് വളരെ കൃത്യമായിട്ട് കർത്താവ് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. വി നീഡ് ടു ബി ഡിഫറൻറ്റ്. നമ്മുടെ സഭ വ്യത്യസ്തമായിരിക്കണം. വ്യക്തികൾ വ്യത്യസ്തമായിരിക്കണമെന്ന് മാത്രമല്ല, നമ്മുടെ ചർച്ചും ഡിഫറൻ്റ് ആയിരിക്കണം. വളരെ വ്യത്യസ്തമായ അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ, തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലിയൊരു തർക്കവും ഉണ്ടായി, അവരുടെ ഇടയിലുണ്ടായി. അവനോ അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്ന ഉപകാരികളെന്ന് പറയുന്നു. നിങ്ങളോ അങ്ങനെയല്ല. നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. നോക്കുക, വളരെ കൃത്യമായിട്ട് കർത്താവ് പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത് എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. ലോകക്കാരെ പോലെ നമ്മളാകരുത്. നമ്മൾ ഡിഫറൻ്റ് ആയിരിക്കണം. ലോകക്കാരെ പോലെ നിങ്ങൾ വ്യക്തികളായിട്ടാകാൻ പാടില്ല എന്ന് തന്നെയല്ല, സഭയും നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം. നിങ്ങളുടെ ഇടയിൽ അതുകൊണ്ട് എൻ്റെ സഭയും ഡിഫറൻ്റ് ആയിരിക്കണം. സഭകൾ നടത്തുന്നവർ അവരുടെ സഭകൾ വ്യത്യസ്തമായി നടത്തണം. ലൗകികരെ പോലെ ആകരുത്. ഒരു കാര്യം കൂടെ പറയട്ടെ, അത് വളരെ അത്യാവശ്യമുള്ളതുകൊണ്ട് പറയാണ്. ദുരുപദേശം പ്രസംഗിക്കുന്നവരോട് നമ്മൾ വേർപാട് സൂക്ഷിക്കണം. അതും കൂടെ നമുക്ക് പെട്ടെന്ന് പറയേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ്. ദുരുപദേശം പ്രസംഗിക്കുന്നവർ, നമ്മൾ 2 കൊരിന്ത്യരുടെ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ലഭിച്ചിരിക്കുന്ന ഉപദേശത്തിന് വിരുദ്ധമായ ഒരു ഉപദേശം കൊണ്ടുവരുന്നവനെ പൊറുക്കരുത്. നിങ്ങൾ പൊറുക്കുന്നത്, ഞങ്ങൾ പ്രസംഗിച്ച യേശുവിൽ നിന്ന് വ്യത്യസ്തമായി
മറ്റൊരു കാര്യം കൊണ്ടുവരുന്നത് എന്തുകൊണ്ട് സഹിക്കുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിൻ്റെ 11-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഇങ്ങനെയുള്ളവർ കപട അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യമല്ല, സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. അവർ ചിലപ്പോൾ അപ്പോസ്തോലൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും. ആഫ്രിക്കയിലൊക്കെ അപ്പോസ്തോലന്മാരെ കൊണ്ട് കിടക്കപ്പൊറുതിയില്ല. എൻ്റെ ദൈവമേ, എന്തോ പറഞ്ഞാലും അവൻ പറയുന്നു ഐ ആം അപ്പോസിൽ വെങ്കിങ്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടങ്ങ് വരും. അപ്പോസിൽ ചുമ്മാ അങ്ങ് പറയുക, ഞാൻ അപ്പോസിൽ. അങ്ങനെയുള്ളവർ അത് അവർക്ക് ദൈവവചനവും അറിയത്തില്ല, ദൈവവചനം ബൈബിൾ കൊണ്ടുവരത്ത് പോലും ഇല്ല. ഇവന്മാർ വേദപുസ്തകവും ഇല്ല, വേദപുസ്തകം പഠിപ്പിക്കത്തില്ല. ദുരുപദേശം പഠിപ്പിക്കും തന്നെയല്ല, വളരെ മോശപ്പെട്ട സെക്ഷുവൽ ലൈഫൊക്കെ വളരെ മോശപ്പെട്ടു. അവൻ പറയുന്ന അപ്പോസ്തോലന്മാരെന്നാണ് പറയുന്നത്. ഡാറസലാമിൽ ഒരു അപ്പോസ്തോലനുണ്ട്. അയാളെ കാണണമെങ്കിൽ അവിടുത്തെ 1,00,000 ഷില്ലിങ്, അതായത് 3,000 രൂപ കൊടുക്കണം ഒന്ന് കാണണമെങ്കിൽ. അപ്പോസ്തലനാ, ഒന്ന് കാണണമെങ്കിൽ. അങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. ഏഞ്ചൽ ഓഫ് ലൈറ്റ്. ഏഞ്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങ് പറയും. ഇപ്പം പറഞ്ഞല്ലോ, ദൂതന്മാർ പലരുണ്ട്. നീലദൂതനുണ്ട്, വെള്ളിദൂതനുണ്ട്. നീലദൂതൻ കൊണ്ടുവരുന്നത് പൈസയാ, അതുകൊണ്ട് പൈസ വേണോ, നീലദൂതൻ വരും ഇവിടെ, പൈസയും കൊണ്ടുവരുമെന്നൊക്കെ പ്രസംഗിക്കുന്ന കള്ള അപ്പോസ്തലന്മാർ. വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലാത്തത് പ്രസംഗിക്കുന്നവനെ നിങ്ങൾ കയറ്റരുത്. അവർ പറയുന്നത് വേദപുസ്തകം പോലും ആവശ്യമില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതാ. പുതിയ നിയമത്തിൽ ആകെ 28 പുസ്തകമല്ലേ ഉള്ളൂ, അതിനകത്തുള്ള കാര്യമൊക്കെയാണോ? അതിനകത്തൊക്കെ പുറത്താണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന്. വേദപുസ്തകം വേണ്ടെന്ന് പറയുന്നവൻ അവന് ഉണർവിൻ്റെ വലിയ ആൾക്കാരാ. കള്ള അപ്പോസ്തലന്മാർ, വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നവൻ, ദൂതൻ പൈസ കൊണ്ടുവരുമെന്ന് പറയുന്നവൻ. അങ്ങനെയുള്ളവരെ നിങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷമെന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ച് കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. അതിനെ വേറൊരു സുവിശേഷമെന്ന് പറഞ്ഞിട്ട് പോലും കാര്യമില്ല. നിങ്ങൾ വിശ്വസിച്ച, നിങ്ങൾ ഫോളോ ചെയ്ത ട്രൂ ഗോസ്പലിനെ മറിച്ച് കളയുവാൻ അവർ ഇച്ഛിക്കുകയാണ്. നമ്മൾ പഠിച്ചതിനെ മറിച്ച് കളയുന്ന ദുരുപദേശവുമായിട്ട് വരുന്നവർ ഇന്ന് വർദ്ധിച്ചു വരുന്നതായ കാര്യം. 8-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയാണ്, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ശാപം കൊണ്ടാണ് വരുന്നത് ഇവനൊക്കെ. വേദപുസ്തകത്തിൻ്റെ ഉപദേശത്തിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന അവരോട് നിങ്ങൾ അടുക്കരുത്, നിങ്ങൾ അതിനോട് ചേരരുത്. കർത്താവ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നത് അവർ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കൾ എന്നാണ്. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കൾ, അതായത് കണ്ടു കഴിഞ്ഞാൽ ആടാന്ന് ചിന്തിക്കും, പക്ഷേ അകത്ത് ചെന്നായാണ്. നിങ്ങളുടെ നിത്യജീവനെ അപഹരിക്കുന്ന ചെന്നായ്ക്കളാണ്, കൊടിയ ചെന്നായ്ക്കളാണ് ഇങ്ങനെയുള്ള ദുരുപദേശവുമായിട്ട് വരുന്നവർ. അവരുടെ ഈ നവീന സുവിശേഷത്തിൻ്റെ പിന്നാലെ പോയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നിത്യജീവനാണ്. ഓർത്തോണം, നിങ്ങളെ നന്നാക്കാനൊന്നുമല്ല ഇവർ വരുന്നത്, നിങ്ങളുടെ നിത്യജീവനെ എടുത്തു കളയാനാണ്. പിശാചിൻ്റെ തന്ത്രമാണത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ, സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയണം. വചനം കോട്ടിമാട്ടുന്നത് സാത്താൻ്റെ തന്ത്രമാണ്. ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതാണ് സാത്താൻ ദൈവവചനം കോട്ടിമാട്ടാൻ. അവിടെ കർത്താവ് പറഞ്ഞു, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നിങ്ങൾ തിന്നരുത്. തോട്ടത്തിൻ്റെ നടുവിലുള്ളതെന്ന് പോലും പറയുന്നില്ല. അവിടെ പറയുന്നത് വളരെ സ്പെസിഫിക്കായിട്ട് പറയുന്നു. എന്താ പറയുന്നത്?
നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നിങ്ങൾ തിന്നരുത്. സാത്താൻ വന്ന് ചോദിക്കുന്നതെന്നറിയാമോ? തോട്ടത്തിലുള്ള ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഡിസ്റ്റോർഷനാ. തോട്ടത്തിലുള്ള ഒരു വൃക്ഷത്തിൻ്റെയും ഡിസ്റ്റോർഷൻ. ഏതാണ് ഹവ്വായ്ക്ക് ഇച്ചിരി ബോധം ഉണ്ടായിരുന്നുകൊണ്ട് പറഞ്ഞു, ഒരു വൃക്ഷത്തിൻ്റെയും തിന്നലെന്നൊന്നും പറഞ്ഞില്ല, പക്ഷേ നടുവിലുള്ള നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത്. അതൊക്കെ നിങ്ങൾ വിശ്വസിക്കരുത്. അത് ദൈവത്തിന് അസൂയ വന്നതുകൊണ്ടാണ്. അത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. ദൈവത്തിൻ്റെ അസൂയ കൊണ്ടാണ് ഇത് കർത്താവ് പറഞ്ഞതെന്ന് അതവൾ വിശ്വസിച്ചു. ചിലപ്പോൾ ആളുകൾ പറയും, ഒരു പഴം പറിച്ചു തിന്നതിനാണോ ഇവരെ ഇത്രയും ശിക്ഷിച്ചതെന്ന്. പഴം പറിച്ചു തിന്നതല്ല, എന്തിന് പഴം പറിച്ചു തിന്നു? എന്തിനാ ഹവ്വ പഴം പറിച്ചു തിന്നത്? ദൈവത്തെ പോലെ ആകാൻ. അതുകൊണ്ട് അവളുടെ തെറ്റ് ചെറിയ തെറ്റൊന്നുമല്ല. എനിക്കും ദൈവത്തെ പോലെ ആകണം, ദൈവം അങ്ങനെ എൻ്റെ മോളിലൊന്നും കയറണ്ട എന്ന് പറയുന്ന അഹങ്കാരിയായിരുന്നു ഹവ്വ. വചനം കോട്ടിമാട്ടുന്നത് പിശാചിൻ്റെ വലിയ തന്ത്രമാണ്. നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. പാപം ചെയ്താൽ മരിക്കത്തില്ലെന്ന്, പാപം ചെയ്താൽ നശിക്കത്തില്ലെന്ന് ഇന്നങ്ങനെ പഠിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. നീ എന്തോ പാപം ചെയ്താൽ അതൊന്നും ദൈവം നോക്കുന്നൊന്നുമില്ലെന്നേ, അതൊന്നും ദൈവം നോക്കുന്നില്ല. പറയുന്നത് എന്താ? കർത്താവായ യേശു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപങ്ങൾ അത് ക്ഷമിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആരും നരകത്തിൽ പോകത്തില്ല. ഈയിടെ ഒരുത്തം പറയുന്നത് കേട്ടു, ഏറ്റവും ഒടുവിൽ സാത്താനൂടെ അങ്ങ് സ്വർഗത്തിൽ പോകുന്നു. ഞാനിത് വെറുതെ പറയുന്നതല്ല. അങ്ങനെ പാപത്തെ നിഷേധിക്കുന്നവൻ, നരകത്തെ നിഷേധിക്കുന്നവൻ, അങ്ങനെയുള്ളവരെ വിട്ടൊഴിയണം. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ അതും കൂടെ നമുക്ക് നോക്കാം. അതിൻ്റെ 11-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അനുഭൂതികൾ ഉണ്ടാക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ ചിലരെ അപ്പോസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരുമായി നിയമിച്ചിരിക്കുന്നു. കർത്താവ് സഭയിൽ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും സുവിശേഷകരെയും ഇടയന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും നിയമിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇവരെ നിയമിച്ചിരിക്കുന്നത്? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഉള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയുടെ അടയാളമായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. എന്തിനാ പ്രസംഗം? ക്രിസ്തുവാകുന്ന തലയോളം ജനങ്ങളെ വളർത്തുവാനാണ് പ്രസംഗം. എന്തിനാ പ്രവചനം? പ്രവചനം അനുഭൂതി കൊടുക്കാനല്ല, വിശ്വാസികളെ ക്രിസ്തുവാകുന്ന തലയോളം വളർത്തുവാനാണ്. എന്തിനാ അഭിഷേകം? തള്ളി താഴെയിട്ട് കിടന്ന് പിടയ്ക്കാനല്ല, ക്രിസ്തുവാകുന്ന തലയോളം വളരുവാനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അനുഭൂതികൾക്ക് വേണ്ടിയല്ല, ക്രിസ്തുവാകുന്ന തലയോളം വളർത്തുവാൻ. ഇങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴന്ന ശിശുക്കളാകാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. ഉപദേശത്തിൻ്റെ അവിടെ എഴുതിയിരിക്കുന്നത് ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ. വേദപുസ്തകം ശരിയായിട്ട് പഠിക്കാത്തവരെയൊക്കെ ഇവർ അഴന്നുഴലുന്നവരാക്കുകയാണ്. പാവങ്ങളങ്ങ് പോവുക, ഇവരുടെ പുറകെ അങ്ങ് നടക്കുക. അവിടെ ചെന്നാൽ വീണു കഴിഞ്ഞാൽ നമുക്ക് വലിയ അനുഭൂതി ഉണ്ടാകും. അവിടെ കിടന്നാൽ കിടന്ന് വിറയ്ക്കാം. വീട്ടിലിരുന്ന് അങ്ങ് വിറയ്ക്ക്. അവിടെ കർത്താവിനെക്കുറിച്ച് പറയുന്നില്ല, ആത്മീയതയെക്കുറിച്ച് പറയുന്നില്ല, വിശുദ്ധിയെക്കുറിച്ച് പറയുന്നില്ല, നിത്യതയെക്കുറിച്ച് പറയുന്നില്ല, ഒന്നുമില്ല. താഴെ വീണ് കിടന്ന് വിറയ്ക്കാമെന്ന്, അന്നേരം ഒരു അനുഭൂതി ഉണ്ടാകുമെന്ന്. അങ്ങനെ അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ദൈവം ഉദ്ദേശിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന വചനത്താൽ ക്രിസ്തുവെന്ന തലയോളം വളരുവാനാണ്. അനുഭൂതികളുടെ പിന്നാലെയല്ല, വചനത്തിന് പിന്നാലെ പോകണം. 2 തീമോഥെയോസിൻ്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്,
നീയോ ഇന്നവരോട് പഠിച്ചുവെന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവിങ്കലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം അതാണ്. ആ രീതിയിൽ നമ്മളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. കോംപ്രമൈസ് പാടില്ല, ഒത്തുതീർപ്പുകൾ പാടില്ല. ക്രിസ്തീയ മാർഗം ഒത്തുതീർപ്പുകളുടേതല്ല. രാഷ്ട്രീയക്കാരോട് ഒത്തുതീർപ്പ് ഉണ്ടാകരുത്. ബ്രദറെ, അവരൊക്കെ ഉണ്ടെങ്കിലേ, അവരുടെ സഹായം ഉണ്ടെങ്കിലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണെന്നൊക്കെ പറയുന്ന, അതൊക്കെ പറഞ്ഞാണല്ലോ ഇവർ രാഷ്ട്രീയക്കാരെയൊക്കെ കയറ്റുന്നത്. എന്നാൽ നമുക്കറിയാം, ശമൂവേലിലൂടെ യഹോവ സംസാരിച്ചു, നീ അമാലേക്കിനെ പോയി നിർമൂലമാക്കണമെന്ന്. ശൗൽ എന്ത് ചെയ്തു? നമ്മൾ 1 ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. നിങ്ങൾ പോയി വായിച്ചാൽ മതി. ശൗൽ പോയി അമാലേക്കരോട് യുദ്ധം ചെയ്തു, തോൽപ്പിച്ചു. എന്നിട്ട് അവരുടെ രാജാവിനെ കൊന്നില്ല, ആഗാഗിനെ കൊല്ലാതെ കൊണ്ടുവന്നു എന്ന് തന്നെയല്ല, ആടുമാടുകളിലും കന്നുകാലികളിലും മേത്തരമായവയൊക്കെയും സൂക്ഷിച്ചു. വെറുതെ എന്തിനാ കളയുന്നേ? എന്തിനാ വെറുതെ നിർമൂലമാക്കുന്നത്? മേത്തരമായവ അവയെ കൊണ്ടിങ്ങി വന്നു. അപ്പോൾ ശമൂവേൽ അടുത്ത് ചെന്നു. ശമൂവേൽ ചോദിച്ചു, എന്തോ ആളാ നടന്നേ? ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ചിരിക്കുന്നു. കൽപ്പന അനുസരിച്ചോ? പിന്നെ ഞാൻ കേൾക്കുന്ന ഈ കാളകളുടെ മുക്കുറയൊക്കെ എന്താ? അത് നമ്മുടെ ആൾക്കാരെ, നമ്മുടെ ജനങ്ങളെ യഹോവയ്ക്ക് യാഗം കഴിക്കാൻ മേത്തരമായ ചില മൃഗങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. യഹോവയ്ക്ക് യാഗം കഴിക്കാനാ? ഒരു കാര്യം ഞാൻ പറയാം, യഹോവയ്ക്ക് യാഗം കഴിക്കാൻ അമാലേക്യൻ്റെ ആട്ടിൻകുട്ടി ആവശ്യമില്ല. ആമേൻ, ഹല്ലേലൂയ. ഇവരെ പോലുള്ളവരെ കൊണ്ടേ നമുക്ക് ജീവിക്കാൻ പറ്റൂ എന്ന് പറയരുത്. കോംപ്രമൈസ് ചെയ്യരുത്. കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കേണ്ടതിന് പകരം കർത്താവിൻ്റെ കൽപ്പനയിൽ നിന്ന് മാറി നിൽക്കുന്നതായ ശൗൽ, ഒത്തുതീർപ്പുകൾ, അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. യഹോവയ്ക്ക് യാഗമർപ്പിക്കാൻ അമാലേക്കിൻ്റെ ആട്ടിൻകുട്ടി വേണ്ട. എസ്രായേലിന്റെ ലേഖനം 4-ാം അധ്യായത്തിലേക്ക്, എസ്രായേലിന്റെ പ്രവചനം 4-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ഇതേപോലെ തന്നെ ഒരു രസകരമായ ഒരു കാര്യമുണ്ട്. അവർ ആലയം പണിയാൻ വന്നപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? അതിൻ്റെ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, പ്രവാസികൾ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് മന്ദിരം പണിയുന്നുവെന്ന് കേട്ടപ്പോൾ, യഹൂദയുടെയും ബെന്യാമിൻ്റെയും വൈരികൾ കേട്ടപ്പോൾ, അവർ സെരുബ്ബാബേലിൻ്റെയും പിതൃഭവന തലവന്മാരുടെയും അടുക്കൽ വന്ന് അവരോട്, ഞങ്ങൾ നിങ്ങളോടുകൂടെ പണിയട്ടെ, നിങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ എന്നതുപോലെ ഞങ്ങളും അന്വേഷിക്കുകയും ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് അശൂർ രാജാവായ എസർഹോദിൻ്റെ കാലം മുതൽ യാഗം കഴിക്കുകയും ചെയ്തു പോരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഞങ്ങളും കൂടെ പണിയാമെന്ന്. ആലയം പണിയാൻ സെരുബ്ബാബേലും എല്ലാവരും കൂടെ വന്നതാ. ഉടനെ അവൻ്റെ ശത്രുക്കൾ വന്നിട്ട് പറഞ്ഞു, അത് നിങ്ങൾ തന്നെ പണിയേണ്ട കാര്യമില്ല, ഞങ്ങളൂടെ പണിയാം. അവരാദ്യം പറഞ്ഞു, വേണ്ട. അല്ലല്ല, ഞങ്ങളും യാഗം കഴിക്കുന്നുണ്ടെന്നേ, ഞങ്ങളും നിങ്ങളെപ്പോലാണെന്നേ, ഞങ്ങൾ ഇടയ്ക്ക് യേശുവേ എന്നൊക്കെ വിളിക്കുമെന്നേ, എല്ലാ ദൈവവും ഒന്നല്ലേ, ഞങ്ങളും വിളിക്കുന്നുണ്ട്, ഞങ്ങളും പണിയാം. കോംപ്രമൈസ്. ഉടനെ അതിന് സെരുബ്ബാബേലും യേശുവയും ശേഷം ഇസ്രായേൽ പിതൃഭവന തലവന്മാരും അവരോട്, ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം പണിയുന്നതിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കാര്യമൊന്നുമില്ല. പാഴ്സി രാജാവായ കോരേശ് രാജാവ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ തന്നെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് അത് പണിതുകൊള്ളാം, നിങ്ങളുടെ ഓശാരം വേണ്ട. ലോകക്കാർ ലൗകികത നമ്മിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കുകയും നമ്മളെ സഹായിക്കാമെന്ന് പറയുകയും ചെയ്യുമ്പോൾ, പണത്തിന് വേണ്ടിയോ പദവികൾക്ക് വേണ്ടിയോ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ആയിക്കോട്ടെ, ഇവരുടെ കാല് പിടിക്കാൻ പോകരുത്. നിങ്ങൾ മനസ്സിലാക്കണം. അവർ പറയാണ്, സെരുബ്ബാബേൽ പറയാണ്, സെരുബ്ബാബേലും യേശുവയും പറയുന്നതാണ്, ഞങ്ങൾ വേർപെട്ടവരാ, വി ആർ ഡിഫറൻറ്റ്.
ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം പണിയാൻ നിങ്ങളുടെ ഓശാരം വേണ്ട എന്ന് തീർത്തു പറയുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു രീതിയിലും ഒരു കോംപ്രമൈസിന് തയ്യാറാകുന്നില്ല. നെഹമ്യാവിൻ്റെ പുസ്തകത്തിലും നമ്മൾ ഇതുപോലെ കാണുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ നെഹമ്യാവിൻ്റെ അടുത്ത് കൂട്ടുകെട്ടിന് വരുന്നു. തോബിയാവിൻ്റെ ആളുകളൊക്കെ, അവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ കൂട്ടുകെട്ടിന് വരുന്നു. നെഹമ്യാ പറഞ്ഞു, ഞാൻ വരത്തില്ല. ഒത്തുതീർപ്പുകളില്ലാത്തവരാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വ്യത്യസ്തരായിരിക്കണം എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. 2 കൊരിന്ത്യരുടെ ലേഖനം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കുന്നുള്ളൂ സമയത്തിൻ്റെ പരിമിതി കൊണ്ട്. 2 കൊരിന്ത്യർ അതിൻ്റെ 6-ാമത്തെ അധ്യായം അതിൻ്റെ 14 മുതൽ ഉള്ള വാക്യങ്ങൾ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ചയാണ്? വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ? ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. നമ്മൾ നേരത്തെ വായിച്ച വേദഭാഗമാണ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് പിതാവും, ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. എന്നാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് നിങ്ങൾ വ്യത്യസ്തരായി ജീവിച്ചാൽ, നിങ്ങൾ അവരോട് കൂടിയില്ലെങ്കിൽ, അവരോട് ചേർന്ന് പോയില്ലെങ്കിൽ, നിങ്ങൾ വേർപെട്ടിരിക്കുന്നുവെങ്കിൽ വേർപാട് സൂക്ഷിക്കുന്നവന് ഞാൻ പിതാവും നിങ്ങൾ എൻ്റെ പുത്രന്മാരുമായിരിക്കും. വേർപാട് സൂക്ഷിക്കുന്നവർക്കാണ്, അല്ലാത്തവർക്കല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വ്യത്യസ്തരാകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഇനിയും ഇതിൻ്റെ പല ഭാഗങ്ങൾ കിടപ്പുണ്ട്. അതിലൊന്ന് വിശുദ്ധരാകുവിൻ എന്നുള്ളതാണ്. വിശ്വസ്തരാകുവിൻ, ഇതെല്ലാം ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളാണ്. ഇപ്പം നമ്മൾ അതിനകത്ത് വ്യത്യസ്തരാകുവിൻ എന്നുള്ളത് മാത്രമേ പഠിച്ചുള്ളൂ. വ്യത്യസ്തരാകണമെങ്കിൽ വിശുദ്ധരായാലേ പറ്റുള്ളൂ. ഒറ്റ വാക്യം മാത്രം ഞാൻ വായിക്കാം. 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 14-ാമത്തെ വാക്യത്തിൽ, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നോക്കുക, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് വ്യത്യസ്തരാകുവാനാണ്. വ്യത്യസ്തരാകുന്നവർ വിശുദ്ധരായിരിക്കും. കർത്താവ് നമ്മളെ വിളിച്ചത് ആകുവാനാണ്. യഥാർത്ഥത്തിൽ വേർപാട് സൂക്ഷിച്ചാൽ ദൈവം നമുക്ക് പിതാവും നമ്മളവൻ്റെ മക്കളുമായിരിക്കും. നമ്മുടെ ജീവിതം ഡിഫറൻ്റ് ആയിരിക്കും. അങ്ങനെ ഒരു വ്യത്യസ്ത ജീവിതം ജീവിക്കുവാൻ വേദപുസ്തകത്തിൽ ഉടനീളം ആഹ്വാനമുണ്ട്. യേശുവിൻ്റെ വാക്കുകളെല്ലാം വ്യത്യസ്തരാകുവാനാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ കണ്ടു. പ്രിയമുള്ളവരെ, ഒരു വ്യത്യസ്ത ജീവിതം ജീവിക്കുവാൻ നമുക്ക് ഒന്ന് സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. വ്യത്യസ്തരാകുവാൻ ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, വേർപെട്ടവരായിരിക്കുവാൻ ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതേ കർത്താവേ, വ്യത്യസ്തരാകുവാനും വിശുദ്ധരാകുവാനും ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. അങ്ങനെ ഈ തലമുറയിൽ ലോകത്തോട് ചേർന്ന് പോകാതെ, മതപരമായ ചടങ്ങുകളിൽ ആശ്രയിച്ചു പോകുന്ന മതത്തിൻ്റെ ആൾക്കാരോട് ചേർന്ന് പോകാതെ, ലൗകികമായതിനോട് ചേർന്ന് പോകാതെ, കർത്താവെ, നിന്നോട് ചേർന്ന് നിൽക്കാനും വ്യത്യസ്തരാകുവാനും വിശുദ്ധരാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.